സർക്കാരിന്റെ മദ്യനയം കൂടിയാലോചനയ്ക്ക് ശേഷം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. കെ.സി.ബി.സി സുപ്രീംകോടതിയെ സമീപിക്കുന്നതിൽ ആശങ്കയില്ലെന്നും അവർക്കതിനുള്ള അവകാശമുണ്ടെന്നും ടി.പി. രാമകൃഷ്ണൻ വ്യക്തമാക്കി. സിജു കണ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. സിജു, മദ്യനയം സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്? ഗ്രീഷ്മ, മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നിലപാട് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. എൽ.ഡി.എഫ് സർക്കാരിന്റെ മദ്യനയം കൂടിയാലോചനയ്ക്ക് ശേഷം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ടി.പി. രാമകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. മദ്യനിരോധനത്തിനുമപ്പുറം മദ്യവർജനം എന്ന നയമാണ് എൽ.ഡി.എഫ് സർക്കാർ തുടരുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായ ഒരു മദ്യനയം കൂടിയാലോചനയ്ക്ക് ശേഷം തയ്യാറാക്കി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയപാതയോരത്ത് മദ്യശാലകൾ തുറക്കാനുള്ള നീക്കത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള കെ.സി.ബി.സി നിലപാടുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇതിൽ സർക്കാരിന് ആശങ്കയില്ല. കാരണം മദ്യനയവുമായി ബന്ധപ്പെട്ടും മദ്യശാലകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും ആർക്കും കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് എന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ഗ്രീഷ്മ, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ഒരു വിഭാഗം മദ്യശാലകൾ തുറക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കെ.സി.ബി.സി തീരുമാനിച്ചു. മദ്യശാലകൾക്ക് അനുമതി നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ എൻ.ഒ.സി വേണമെന്ന വ്യവസ്ഥ എടുത്തുകളഞ്ഞതിനെയും കോടതിയിൽ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ഇതേ ആവശ്യം ഉന്നയിച്ച് ഗവർണറെയും മുഖ്യമന്ത്രിയും സഭാമേലധ്യക്ഷന്മാർ കണ്ടിരുന്നു. അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ കെ.സി.ബി.സി തീരുമാനിച്ചത്. കൊച്ചി മെട്രോയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പാലാരിവട്ടത്ത് നിന്നും ആലുവയിലേക്ക് യാത്ര ചെയ്തു. മെട്രോ സോളാർ പവർ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ചു. ആലുവ എം.എൽ.എയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഉദ്ഘാടനം മാറ്റിയത്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് 14 ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി കൊച്ചിയിലെത്തിയത്. മെട്രോ സ്റ്റേഷനുകളിലെയും ട്രെയിനിലെയും സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ട് പരിശോധിച്ചു. പാലാരിവട്ടം സ്റ്റേഷൻ മുതൽ ആലുവ സ്റ്റേഷൻ വരെ മെട്രോ ട്രെയിനിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തു. വനിതാ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള KMRL ജീവനക്കാരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. മുൻ എംപിയും CPIM ജില്ലാ സെക്രട്ടറിയുമായ P. രാജീവ്, KMRL MD ഏലിയാസ് ജോർജ് തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന മെട്രോ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. സ്ഥലം MLAയെ ചടങ്ങിന് KMRL ക്ഷണിച്ചില്ലെന്ന പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടെ മറ്റൊരു തീയതി നിശ്ചയിക്കുമെന്ന് KMRL MD ഏലിയാസ് ജോർജ് പറഞ്ഞു. ഒരു സ്വിച്ച് ഓൺ കർമ്മം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോളാറിന് വേണ്ടി. അതിപ്പോൾ തൽക്കാലം ചെയ്യേണ്ട, അതൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ തീരുമാനിച്ചു. പരീക്ഷണ ഓട്ടങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ കൊച്ചി മെട്രോ ജൂൺ 17 നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന ചടങ്ങ് അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാരും KMRLും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തെ പാകിസ്ഥാനോട് ഉപമിച്ച ടൈംസ് നൗ ചാനലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അക്ഷരപ്പിശകാണെന്ന് പറഞ്ഞ് തലയൂരാനാണ് ചാനലിന്റെ ശ്രമം. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലായിരുന്നു ചാനലിന്റെ വിവാദ പരാമർശം. ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ഇടിമുഴങ്ങുന്ന പാകിസ്ഥാന് സമാനമായ കേരളത്തിലേക്ക് അമിത്ഷാ എത്തുന്നു എന്നായിരുന്നു ചാനലിന്റെ പ്രസ്താവന. പരാമർശത്തിനെതിരെ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നതോടെ ക്ഷമാപണവുമായി ചാനൽ രംഗത്തെത്തി. കേരളം എന്നെഴുതേണ്ടിടത്ത് ടൈപ്പ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ എന്നായിപ്പോയി എന്ന ദുർബലമായ വാദമാണ് ചാനൽ മുന്നോട്ട് വച്ചത്. ബീഫ് നിരോധന വിഷയത്തിൽ ദേശവ്യാപക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് കേരളമാണ്. യോജിച്ചിട്ടുള്ള പ്രക്ഷോഭം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. BJPയും സംഘപരിവാർ സംഘടനകളും കേരളത്തിനെതിരെയും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെയും അക്രമങ്ങൾ അഴിച്ചുവിട്ട സാഹചര്യത്തിൽ ടൈംസ് നൗ പാകിസ്ഥാൻ പരാമർശവുമായി എത്തിയത് സംശയത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. RSS പരിപാടിയിൽ പങ്കെടുത്ത് ഇരിങ്ങാലക്കുട MLA KU അരുണിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ. RSSനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിനിടെ തെറ്റിദ്ധരിച്ചാണെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റായ നടപടിയാണെന്നും പരസ്യശാസന വേണമെന്നും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശം ജില്ലാ നേതൃത്വം പരിശോധിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് K. രാധാകൃഷ്ണൻ വ്യക്തമാക്കി. RSSനോടും സംഘപരിവാറിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് പാർട്ടിക്ക് ദോഷകരമായി എത്തിയിരുന്ന രീതിയിൽ RSS സംഘടിപ്പിച്ച പരിപാടിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണെങ്കിൽ പോലും പങ്കെടുത്തത് തെറ്റായ സമീപനമാണ് എന്ന് ഇരിഞ്ഞാലക്കുട പാർട്ടി ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്ത് കണ്ടെത്തുകയും ചെയ്തു. അരുൺ മാഷെ പരസ്യമായി RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് പരസ്യമായി ശാസിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം അറിയിക്കുക.
മാണിയെ എൻഡിഎയിലെത്തിക്കണമെന്ന സൂചന നൽകി ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ഇടതു വലതു മുന്നണികളോട് അകലം പാലിക്കുന്നവരെ കൂടെ കൂട്ടണമെന്നും അമിത്ഷാ പറഞ്ഞു. അവസരങ്ങൾ ലഭിക്കുമ്പോൾ നിസ്സംഗത പാലിക്കുന്നതാണ് കേരളത്തെ പാർട്ടി വളരാത്തതിന് പിന്നിലെന്നും കോർ കമ്മിറ്റിയിൽ കേരള നേതാക്കൾക്ക് അമിത്ഷായുടെ ശകാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ആലോചിക്കുന്നതിനു വേണ്ടിയാണ് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെത്തിയത്. സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്ത അമിത്ഷാ യോഗത്തിലുടനീളം കേരള നേതൃത്വത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അവസരങ്ങൾ മുതലാക്കുന്നതിലെ നിസ്സംഗതയാണ് കേരളത്തിൽ ബിജെപി വളരാത്തതിന് കാരണമെന്ന് അമിത്ഷാ പറഞ്ഞു. മാർഗത്തേക്കാൾ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ഏതു മാർഗം ഉപയോഗിച്ചും സീറ്റുകൾ നേടുകയാണ് വേണ്ടതെന്നും കൂട്ടിച്ചേർത്തു. കെ.എം. മാണിയെ എൻ.ഡി.എ മുന്നണിയിൽ എടുക്കുന്നതിന്റെ സാധ്യതകളും അമിത്ഷാ ആലോചിക്കുന്നുണ്ട്. ഇടതു വലത് മുന്നണികളിൽ നിന്നും തുല്യ അകലം പാലിക്കുന്ന കക്ഷികളെ കൂടെ കൂട്ടണമെന്ന് കെ.എം. മാണിയുടെ പേരെടുത്തു പറയാതെ അമിത്ഷാ യോഗത്തെ അറിയിച്ചു. RSS നേതൃനിരയിലെ പ്രധാനികളുമായും അമിത്ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒപ്പം സമൂഹത്തിലെ ചില പ്രശസ്ത വ്യക്തികളെ ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ചയ്ക്കായി അമിത്ഷാ ക്ഷണിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ബിജെപി അധ്യക്ഷനെ പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചു. തുടർന്ന് വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ അമിത്ഷാ സ്വകാര്യ ഹോട്ടലിലെത്തിയത്. നേതൃയോഗം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജെപിയോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അമിത്ഷായെ കാണാൻ പോവാത്തതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. GST നടപ്പാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കൊപ്പമോ കോർപ്പറേറ്റുകൾക്കൊപ്പമോ എന്ന കാര്യം ഇന്നറിയാമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഡൽഹിയിൽ നടക്കുന്ന GST കൌൺസിൽ യോഗത്തിന് മുന്നോടിയായാണ് പ്രതികരണം. സ്വർണം, ലോട്ടറി എന്നിവ ഉൾപ്പെടെ ശേഷിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നിരക്കും സിനിമാ ടിക്കറ്റുകളുടെ നികുതി സംബന്ധിച്ച് തുടരുന്ന അവ്യക്തതകളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുമെന്ന് ഐസക് പറഞ്ഞു. അടുത്ത മാസം 1 മുതൽ GST പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ കേരളം പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ GST നടപ്പിലാക്കും ഉൽപ്പന്നങ്ങളുടെ നിലവിലെ നികുതി, മുൻപത്തെ നികുതി, പരമാവധി വില തുടങ്ങിയ വിവരങ്ങളുടെ പട്ടിക കേന്ദ്രം പ്രസിദ്ധീകരിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇക്കാര്യം ഇന്ന് GST കൌൺസിലിൽ ധനമന്ത്രി തോമസ് ഐസക് ആവശ്യപ്പെടും. എല്ലാ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും MRP പ്രൈസ് ഇപ്പോഴെന്ത് എന്ന് പ്രഖ്യാപിക്കണം. അത് കൂട്ടിയിട്ട് പിന്നെ കുറക്കാൻ വേണ്ടി അനുവദിക്കാൻ പാടില്ല. ഇപ്പൊ പ്രഖ്യാപിക്കണം. 1 മാസം. നികുതി നിരക്ക് സംബന്ധിച്ച് തർക്കം തുടരുന്ന സ്വർണം, ബീഡി, പാദരക്ഷകൾ, ബിസ്ക്കറ്റ് തുടങ്ങി 6ഓളം ഉൽപ്പന്നങ്ങളുടെയും ഏതാനും സേവനങ്ങളുടെയും കാര്യമാണ് കൌൺസിൽ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക. സ്വർണത്തിന് 5% നികുതി വേണമെന്നും ബീഡിയെ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് കേരളത്തിന്റെ നിലപാട്. 250 രൂപയ്ക്ക് മുകളിലുള്ള സിനിമാ ടിക്കറ്റുകൾക്ക് ഏർപ്പെടുത്തിയ 28% നികുതിയിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആർക്ക് എന്ന അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിഴിഞ്ഞം പദ്ധതിയുടെ പ്രതിസന്ധികൾ ഇനിയും തീർന്നിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 25 വർഷമായി പദ്ധതിയെ തകർക്കാനും തളർത്താനും ശ്രമിച്ചവർ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തുണ്ട്. CAGയിൽ നുഴഞ്ഞുകയറാൻ വരെ ഇവർക്ക് സാധിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തുന്നു. നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ച് സുതാര്യതയോടെയാണ് താൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും CAG റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച പിശകുകൾ കടന്നുകൂടി. പദ്ധതിക്ക് പരസ്യമായി തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചയാൾ CAGയുടെ പരിശോധനാ സമിതിയിൽ കടന്നുകൂടിയതിൽ ദുരൂഹതയുണ്ടെന്നും ഉമ്മൻചാണ്ടി ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. അസമിൽ വ്യോമസേനാ വിമാനം തകർന്നു മരിച്ച പൈലറ്റ് അച്ചുദേവിന്റെ മൃതദേഹം കോഴിക്കോട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സംസ്ഥാനത്തെ ചന്തകളിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വരവ് കുറഞ്ഞു. കന്നുകാലികളുമായി വന്ന 45ലേറെ ലോറികൾ തമിഴ്നാട്, കർണാടക അതിർത്തികളിൽ മടക്കി അയച്ചു. പാലക്കാട്ടെ 7ഉം മലപ്പുറത്തെ 5ഉം ചന്തകളിൽ ഇന്നലെ കന്നുകാലി ലോഡ് എത്താതിരുന്നതോടെ വിപണി പ്രതിസന്ധിയിലായി. സംസ്ഥാനത്തേക്ക് അറവിനാവശ്യമായതിന്റെ 2% മാത്രമാണ് ആഭ്യന്തരോൽപാദനം. ബാക്കി അയൽ സംസ്ഥാനങ്ങളിലെ കാലിച്ചന്തകളിൽ നിന്നെത്തുകയാണ് പതിവ്. ഇതാണ് ഗണ്യമായി കുറഞ്ഞത്. കേന്ദ്ര സർക്കാർ കാലിക്കടത്ത് നിരോധിച്ച പശ്ചാത്തലത്തിൽ സംഘപരിവാർ സംഘടനകൾ കന്നുകാലികളുമായി വരുന്ന ലോറികൾ തടഞ്ഞ് മടക്കി അയച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. പാലക്കാട് ജില്ലയിലെ 7 ചന്തകളിലും മലപ്പുറത്തെ 5 ചന്തകളിലും കഴിഞ്ഞ ദിവസം ഒരു ലോഡ് പോലും കന്നുകാലികൾ എത്തിയില്ല. വ്യാപാരികൾ സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു വലിയ മുൻകൈ എടുത്തു എന്നുള്ളതാണ് സ്വാതന്ത്ര്യ തൊഴിലാളികളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും സർക്കാരുമായിട്ടുള്ള തർക്കങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ മറ്റൊരു വിഷയം. പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ തന്നെ ഒരു നിയമസഭാ സമ്മേളനം നടത്തിയും
അത് കേരളത്തിലൊരു പൊതുവികാരം ഇതിനെതിരായി വളർത്തിക്കൊണ്ടുവരുന്നതിലും അതിനെ നിയമപരമായി തടയുന്നതിലുമൊക്കെ തന്നെ കേരള സർക്കാർ സ്വീകരിച്ചു വരുന്ന എല്ലാ നടപടികൾക്കും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ടാകും എന്നുകൂടി ഈ റംസാൻ വിപണി സജീവമായിരിക്കെ അറവിനുള്ള കാലികളുടെ ലഭ്യത നിലച്ചത് കച്ചവടം പ്രതിസന്ധിയിലാക്കി. ഈ സ്ഥിതി തുടർന്നാൽ വരും ദിവസങ്ങളിൽ മാട്ടിറച്ചി ലഭ്യമല്ലാതാവുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കോഴിക്കോട് നഗരത്തിലെ അനധികൃത അറവുശാലകൾക്കെതിരെയും അറവ് മാലിന്യം സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെയും ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി ആരംഭിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ അധികൃതർ പൊളിച്ചു നീക്കി. കോഴിക്കോട് സൌത്ത് ബീച്ചിന് സമീപത്തായി അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലയും അറവ് മാലിന്യ കേന്ദ്രവുമാണ് അധികൃതർ പൊളിച്ചു നീക്കിയത്. നഗരത്തിൽ പലയിടത്തും അറവ് മാലിന്യങ്ങൾ തള്ളുന്നതായുള്ള വ്യാപക പരാതിയെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് JCB ഉപയോഗിച്ച് മാലിന്യ കേന്ദ്രം പൊളിച്ചുമാറ്റിയത്. കടൽ തീരത്ത് അറവ് മാലിന്യം വന്ന് അടിഞ്ഞതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനെ നമ്മൾ എൻക്വയറി ചെയ്ത് കോർപ്പറേഷന്റെ ഹെൽത്ത് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ ബേസിസിൽ ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് അറവ് മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടുത്തെ രാത്രി കടലിൽ കൊണ്ട് തള്ളുന്ന റിപ്പോർട്ട് കിട്ടിയ ബേസിസിൽ ഞങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തിയാണ്. ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ ഇത് പുറമ്പോക്കിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിന് രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നത് പൊളിച്ച് മാറ്റാണ്. നഗരത്തിലെ ബീച്ചിലും കല്ലായിപ്പുഴയിലും മറ്റുമായി അറവ് മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നതായും വ്യാപക പരാതിയുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ IS ഗുലാത്തിയുടെ വീട് വീണ്ടും അപകടനിലയിൽ. ഇന്നലെ രാത്രിയുണ്ടായ മഴയിലാണ് മതിലിടിഞ്ഞത്. കഴിഞ്ഞ വർഷം ഇവരുടെ വീടിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു. നിക്ഷിപ്ത താൽപര്യക്കാരുടെ അനിയന്ത്രിതമായ മണലെടുപ്പ് മൂലം കഴിഞ്ഞ ജൂണിൽ ലീല ഗുലാത്തിയുടെ വീടിന്റെ മുൻഭാഗം ഇടിഞ്ഞു വീണിരുന്നു. ഇന്നലത്തെ മഴയിൽ കൂടുതൽ മണ്ണിടിഞ്ഞതോടെ വീട്ടിൽ താമസിക്കുന്ന ലീല ഗുലാത്തി പരിഭ്രാന്തിയിലാണ്. അടുത്ത മഴക്കാലത്ത് വീടിന് കേടുപാട് സംഭവിക്കുമെന്ന് അധികാരികളെ നേരത്തെ അറിയിച്ചിരുന്നതായി ലീല ഗുലാത്തി പറയുന്നു. I know this happened yesterday night. For the last 2 years we've been trying to get the wall done, and then 3/4 of the wall was done, and we were trying to be careful so that whether it can take the load, and they put gravel instead of mud so that it would take. But what I am really worried is this present house that I am staying, that also seems to have been affected very badly. So I think something very urgently will have to be done to save this house so that I can stay here. കുന്നിന് മുകളിലുള്ള വീട് ഇടിഞ്ഞു വീഴാതിരിക്കണമെങ്കിൽ കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്നാണ് ലീല ഗുലാത്തിയുടെ ആവശ്യം. അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ വലിയ അത്യാഹിതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പെയ്യുന്ന മഴയിൽ വ്യാപക നാശം. തലസ്ഥാന നഗരിൽ പലയിടത്തും വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കനത്ത മഴയിൽ പേയാട് BP നഗറിലെ നിഷയുടെ വീടിന്റെ അടിവാരമിളകി. കനത്ത കാറ്റിലും മഴയും മണ്ണിളകി മാറിയതോടെ വീട്ടിലുള്ളവർ അപകടനിലയിലാണ്. ഇരുനില വീടിന്റെ അസ്ഥിവാരം ഇളകിയതോടെ തൊട്ടടുത്ത് താമസിക്കുന്നവരും പരിഭ്രാന്തിയിലാണ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടക്കുന്നുവെന്ന ആരോപണം തെളിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന EVM ചലഞ്ചിന് തുടക്കമായി. വെല്ലുവിളി ഏറ്റെടുത്ത CPIM-ഉം NCP-യും മാത്രമാണ്. എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കാനുള്ള നീതി ആയോഗ് ശുപാർശയ്ക്ക് പിന്നാലെ കടബാധ്യതകൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലേക്ക് മാറ്റാൻ സർക്കാർ നീക്കം. റിലയൻസ് അടക്കമുള്ള അസറ്റ് കമ്പനികളിലേക്ക് കടബാധ്യത മാറ്റാൻ ബാങ്കുകളുമായി സർക്കാർ ചർച്ച ചെയ്തു. എന്നാൽ മൂക്കറ്റം കടത്തിലുള്ള എയർ ഇന്ത്യയ്ക്ക് തിരിച്ചടവ് സാധ്യമല്ലാത്തതിനാൽ റിലയൻസ് അടക്കമുള്ള കമ്പനികൾ എയർ ഇന്ത്യയെ സ്വന്തമാക്കാം. പൊതുകടമായി എഴുതിത്തള്ളി പൊതുമേഖലാ സ്ഥാപനമായി എയർ ഇന്ത്യ നിലനിർത്താനുള്ള സാഹചര്യമാണ് സർക്കാർ ഇല്ലാതാക്കുന്നത്. സർക്കാരിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമുള്ള എയർ ഇന്ത്യയുടെ വായ്പ 50,000 കോടി രൂപയാണ്. പലിശ അടയ്ക്കാൻ 5,000 കോടി രൂപ വേണം. എന്നാൽ എയർ ഇന്ത്യയുടെ ആധുനിക വിമാനങ്ങളുടെ ശേഖരത്തിന് തന്നെ 30,000 കോടി രൂപയുടെ മൂല്യമുണ്ട്. മറ്റു സ്വത്തുവകകൾ 5,000 കോടി രൂപയ്ക്ക് മുകളിൽ വരും. എങ്കിലും വായ്പ തിരിച്ചടയ്ക്കാൻ എയർ ഇന്ത്യക്ക് സാധിക്കുന്നില്ലെന്നും സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്നതാണ് ഉചിതമെന്നുമാണ് കഴിഞ്ഞ ദിവസം നീതി ആയോഗ് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയത്. Air India, what is it? I think the last number I have heard is about 52,000 crores now. That's a very, very large debt, and selling it with the current existing debt is going to be very, very difficult. ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാർ കടബാധ്യതകൾ റിലയൻസ് അടക്കമുള്ള അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളിലേക്ക് മാറ്റുന്നതിന് ബാങ്കുകളുമായി ചർച്ച നടത്തി. എയർ ഇന്ത്യയുടെ ഉടമസ്ഥരും ജാമ്യക്കാരും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെയാണ്.
ഈ സാഹചര്യത്തിൽ മൂക്കറ്റം കടത്തിലുള്ള എയർ ഇന്ത്യക്ക് തിരിച്ചടവ് സാധ്യമല്ല. അതിനാൽ റിലയൻസ് അടക്കമുള്ള ഇതേ കമ്പനികൾക്ക് തന്നെ എയർ ഇന്ത്യയെ സ്വന്തമാക്കാനാകും. അതായത് എയർ ഇന്ത്യയെ അസറ്റ് കമ്പനികളെ ഏൽപ്പിച്ചതിന് ശേഷം കടം എഴുതിത്തള്ളുന്ന രീതി. പകരം പൊതുകടമായി എഴുതിത്തള്ളി പൊതുമേഖലാ സ്ഥാപനമായി എയർ ഇന്ത്യയെ നിലനിർത്താനുള്ള സാഹചര്യമാണ് സർക്കാർ ഇല്ലാതാക്കുന്നത്. 2 വർഷത്തെ എയർ ഇന്ത്യ ജീവനക്കാരുടെ എല്ലാ ശ്രമങ്ങളും അസ്ഥാനത്താക്കിയാണ് എയർ ഇന്ത്യയെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കം. കടബാധ്യത കൊണ്ടെന്ന് വിശദീകരിക്കുമ്പോഴും പൂർണ്ണമായി അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളെ ഏൽപ്പിച്ചതിന് ശേഷം കടബാധ്യത എഴുതിത്തള്ളുന്ന ബാങ്കുകളുടെ രീതിയും ആശങ്ക ജനിപ്പിക്കുന്നു. മനുശങ്കർ, ദില്ലി. ലിംഗം മുറിച്ച സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ഗംഗേശാനന്ദ തീർത്ഥപാത്രയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്നലെ നടന്ന തെളിവെടുപ്പിൽ കാര്യമായ വിവരങ്ങൾ സ്വാമിയിൽ നിന്നും ശേഖരിക്കാൻ ആയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ആരോഗ്യനില പല ഘട്ടത്തിലായി താളം തെറ്റുന്നതിനാൽ എളുപ്പത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സ്വാമിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മടക്കി അയക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഗംഗേശാനന്ദ മകളോട് മോശമായി പെരുമാറുന്നതായി അമ്മയ്ക്ക് അറിവുള്ള കാര്യം പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. ഇതോടെ ഇവരിലേക്കും അന്വേഷണം നീളും. ആനുകൂല്യ നിഷേധത്തിന്റെ ദുരിതത്തിലാണ് കർണാടകയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലേക്ക് കുടിയേറിയ ആദിവാസികൾ. മുളൻകൊല്ലി പഞ്ചായത്തിൽ പാടിച്ചുറ മരക്കടവിലെ 47 കുടുംബങ്ങളും ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നവരാണ്. വർഷങ്ങളായി ഇവർ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് പുറത്താണ്. 60 വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലെത്തിയ പിന്നോക്ക ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. റേഷൻ കാർഡും മറ്റ് സർക്കാർ രേഖകളെല്ലാം ഉണ്ടെങ്കിലും വീടോ മറ്റ് ആനുകൂല്യങ്ങളോ ഇവർക്ക് ലഭിക്കാറില്ല. അടിയ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് കോളനിക്കാർ പറയുന്നു. എന്നാൽ ഇവരെ ഗൌഡർ വിഭാഗമായാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പഴക്കം ചെന്ന വീടുകളിൽ ഒന്നിലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പട്ടികവർഗക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. 5 സെന്റ് സ്ഥലത്താണ് പലരും താമസിക്കുന്നത്. മിക്കവയ്ക്കും രേഖകളില്ല. അടുത്തിടെ വരെ അടച്ചിരുന്ന നികുതിയും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. എല്ലാം നമുക്ക് അനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മളൊക്കെ ഗൗണ്ടന്മാരാക്കി ഇവിടെ. ഇപ്പം നമുക്ക് പിള്ളേർക്കോ നമുക്കോ ഒരു അനുകൂല്യം ഇല്ല. നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെവിടെ കൊടുക്കാനാ? ഇവിടെ സർക്കാരിനെ കൊടുത്തിട്ടില്ല, പിന്നെ നമ്മളെവിടെ കൊടുക്കാനാ? ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സമീപകാലം വരെ ലഭിച്ചിരുന്ന ഗ്രാന്റ് പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. പഠിക്കുന്ന തൊട്ട് മുതലേ സാധാരണ തന്നെ കുറച്ച് ദിവസം എനിക്ക് ഗ്രാൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ കയറിയപ്പോഴാണ് എനിക്ക് ഗ്രാൻറ്റും കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. പിന്നെ 9ാം ക്ലാസ് എത്തിയപ്പോൾ ചോദിച്ചിട്ട് ജാതി സർട്ടിഫിക്കറ്റ് വേണം, അല്ലാണ്ട് എനിക്ക് ഒരു ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ SLC ബുക്കിൽ ഹിന്ദു അടിയാൻ ജനറൽ എന്ന് കൂട്ടി. പിന്നെ അത് ഇവന് +1 കയറുമ്പോഴും ജാതി സർട്ടിഫിക്കറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല. പണ്ട് എന്തോ ഒരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞ കാരണത്തിലാണ് ഇതായത്. അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കേസിലാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കുമെല്ലാം വർഷങ്ങളായി പരാതികൾ നൽകാറുണ്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടാകാറില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് പട്ടികവർഗ വകുപ്പ് മന്ത്രിയെ പരാതിയുമായി സമീപിക്കാനൊരുങ്ങുകയാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയ യൂണിയൻ നേതാവിന് ഉന്നതരുടെ സംരക്ഷണം. സാമ്പത്തിക ക്രമക്കേടിന് ഉത്തരവാദിയായ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മധുസൂദനൻ പിള്ളയ്ക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടി കൈക്കൊള്ളണമെന്ന റിപ്പോർട്ട് ഉന്നതർ ചേർന്ന് പൂഴ്ത്തി. തിരുവല്ല, തിരുവൻമണ്ടൂർ, തെള്ളിയൂർക്കാവ് ക്ഷേത്രങ്ങളിലാണ് 5.5 ലക്ഷത്തിലേറെ രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി ശുപാർശ ചെയ്ത് ഓഡിറ്റ് വകുപ്പ് ബോർഡ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനു പിന്നാലെ ദേവസ്വത്തിലെ 12/11/2012 മുതൽ 7/4/2013 വരെയുള്ള രേഖകൾ പരിശോധിച്ചപ്പോൾ കൂടുതൽ ക്രമക്കേട് കണ്ടെത്തി. 7ാം നമ്പർ രജിസ്റ്റർ ഹാജരാക്കിയിട്ടില്ലെന്നും 9ാം നമ്പർ രജിസ്റ്ററിൽ കണക്കുകൾ ശരിയാക്കിയിട്ടില്ലെന്നും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടും നൽകി. റെക്കോർഡുകൾ പൂഴ്ത്തിവെക്കുന്ന ഗുരുതര ക്രിമിനൽ നടപടിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കുന്നതിന് പകരം ഈ ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കുകയായിരുന്നു കമ്മീഷണർ ചെയ്തത്. പ്രതിഷേധം ഉയർന്നുവെങ്കിലും യൂണിയൻ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബോർഡ് പ്രസിഡന്റും മുൻ സെക്രട്ടറിയും അടക്കമുള്ളവർ കൈക്കൊണ്ടതും. ഇതിനു പിന്നാലെ തിരുവല്ല ഓഡിറ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് തെള്ളിയൂർ ക്ഷേത്രത്തിലെ ക്രമക്കേടും കണ്ടെത്തിയത്. മൊത്തം 4.5 ലക്ഷത്തിലേറെ രൂപയുടെ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ഉത്തരവ് പുറപ്പെടുവിച്ചു. നിലവിലെ സെക്രട്ടറി ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസറായിരിക്കെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് റിപ്പോർട്ടും നൽകിയിരുന്നു. എന്നാൽ ഈ 2 റിപ്പോർട്ടുകളും ഉന്നതരെ സ്വാധീനിച്ച് പൂഴ്ത്തുകയായിരുന്നു കമ്മീഷണറും ബോർഡ് അധികാരികളും ചെയ്തത്. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. അസമിൽ വ്യോമസേനാ വിമാനം തകർന്നു മരിച്ച പൈലറ്റ് അച്യുദേവിന്റെ മൃതദേഹം കോഴിക്കോട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മേഘ മാധവൻ ചേരുകയാണ് വിവരങ്ങളുമായി. മേഘ, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഗിരീഷ്മ, പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് വ്യോമസേന വിമാനാപകടത്തിൽ മരണപ്പെട്ട അച്യുദേവിന്റെ സംസ്കാര ചടങ്ങ് നടന്നത്. കോയമ്പത്തൂരിൽ നിന്നും വന്ന 60ഓളം സൈനികരാണ് സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകിയത്. ഏകദേശം രാവിലെ 11 മണിയോടെയാണ് അച്യുദേവിന്റെ മൃതദേഹം കരിപ്പൂരിലെ പ്രത്യേക വിമാനം വഴി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. അതിനുശേഷം 11:30 കൂടി കോഴിക്കോട് പന്തീരങ്കാവ് പന്നിയൂർക്കുളത്തെ വീട്ടിൽ മൃതദേഹം എത്തിക്കുകയായിരുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരിനു വേണ്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ അന്ത്യോപചാരം അർപ്പിച്ചു. മറ്റ് ജനപ്രതിനിധികൾ PT റഹീം MLA, VKC മുഹമ്മദ് കോയ, K മുരളീധരൻ MLA, ഒപ്പം തന്നെ MK രാഘവൻ MP, കളക്ടർ UV ജോസ് തുടങ്ങിയവരും മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പന്നിയൂർക്കുളത്തെ വീട്ടിൽ എത്തിയിരുന്നു. ഏകദേശം 2:30 കൂടിയാണ് സംസ്കാര ചടങ്ങ് ആരംഭിച്ചത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെ തന്നെ സംസ്കാര ചടങ്ങ് നടന്നു. ഏകദേശം 3 മണിയോടെയാണ് സംസ്കാര ചടങ്ങ് പൂർത്തിയായത്. ഗിരീഷ്മ.